വെൽക്കം ടു ശാസ്ത്ര അക്കാഡമി. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. സബ്ജക്റ്റിൻ്റെ പേര് മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഈ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്കും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഈ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെയും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സിലബസ് ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ സബ്ജക്റ്റ് എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ്, ഈ സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അതെല്ലാവർക്കും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇൻട്രോയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സബ്ജക്റ്റിൻ്റെ പേര് മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഓക്കെ, ഇപ്പോൾ ഞാനിത് സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻട്രോ പോലെ അല്ലെങ്കിൽ നമ്മൾ എന്തിനിത് പഠിക്കുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ പലപ്പോഴും പല സമയങ്ങളിലും ഈ ഒരു വാക്കിൽ നിങ്ങൾ കമ്മക്രോസ് ഉണ്ടായിരിക്കും, മെട്രോളജി. അല്ല, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞ സെല്ല്, ഒക്കെ പല ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് മെട്രോളജി? ഓക്കെ, നമുക്ക് ഈ മെട്രോളജിയിൽ എന്ത് സംഭവിക്കാൻ പറ്റും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. വേർ മെട്രോ ഈസ് മെഷർമെൻറ്റ്, ഓക്കെ, ലജി ഈസ് സയൻസ്. ഓക്കെ, സോ സയൻസ് ഓഫ് മെഷർമെൻറ്റ് ഈസ് കോൾഡ് മെട്രോളജി. ഇപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് മെഷർമെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് മെഷർമെൻറ്റ്? ഓക്കെ, ഇനി നമുക്ക് എന്താണ് മെഷർമെൻറ്റ് നോക്കാം. മെഷർമെൻറ്റ് എന്താ? കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ്. ഓക്കെ, കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ് ആണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, ആ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രശ്നം ഉണ്ടായി, എന്താണ് സ്റ്റാൻഡേർഡ്? ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസിക്കലി 3 തരം സ്റ്റാൻഡേർഡാണ് ഉള്ളത്. There are basically 3 types of standards. First one is primary standards. Okay. Second one is secondary standard. And third one is working standard. ഓക്കെ, ഇതൊരു ഹൈറാർക്കിയാണ്. ഫസ്റ്റ് പ്രൈമറി ആണ്, അതിൽ തൊട്ട് താഴെ സെക്കൻഡറി, അതിൽ താഴെ വർക്കിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇറ്റ് കംസ് ആസ് ആൻ ഹൈറാർക്കി. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് 3 ടൈപ്സ് ഉണ്ട്: പ്രൈമറി സ്റ്റാൻഡേർഡ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്, വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പം നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ ഈ സിലബസിൻ്റെ കൂടെയുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ് എന്നാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇവരെ 5 മാർക്സിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എ പാർട്ടിൽ 5 മാർക്സിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുമാത്രമല്ല, മെഷർമെൻറ്റ്സിനെ സംബന്ധിച്ച് ഇതൊരു ഇൻട്രൊഡക്ഷനൂടെയാണ്, കാരണം നമ്മൾക്ക് എന്തൊക്കെയാണ് മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ് നോക്കാം. ശരി, ഇപ്പം നമ്മൾ ഈ 3 സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രൈമറി സ്റ്റാൻഡേർഡ് നോക്കാം. പ്രൈമറി സ്റ്റാൻഡേർഡ്, ഓക്കെ, അത് നോക്കുന്നതിന് മുമ്പ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് 1 kg റൈസ് മേടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലായത് 1 kg ആണെന്ന്? നമ്മൾ ഒന്നെങ്കിൽ വെയിങ് ചെയ്യുന്ന ഡിജിറ്റൽ മീറ്റർ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് കുറച്ചുകൂടെ മനസ്സിലാകാൻ എളുപ്പത്തിൽ ഒരു വെയിങ് ബാലൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഒരു അയൺ ബാർ അല്ലെങ്കിൽ ഒരു അയൺ സോളിഡ് സ്ട്രക്ചർ വെച്ചിരുന്നു. ഓക്കെ, അത് കാരണം അത് 1 kg ആണ്. അത് കാരണം നമ്മുടെ റൈസും 1 kg നമുക്ക് മനസ്സിലായി. പക്ഷേ എങ്ങനെ ആ ഒരു അയൺ ബാർ അല്ലെങ്കിൽ ആ ഒരു അയൺ ബാർ എങ്ങനെ 1 kg ആണെന്ന് മനസ്സിലായി? അപ്പോഴാണ് ഈ മെഷർമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞു, മെഷർമെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ്. അപ്പോൾ എവിടെയോ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തപ്പോഴാണ് ആ ഒരു അയൺ ബാർ 1 kg ആയത്. ആ അയൺ ബാർ 1 kg ആയപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ വെയിങ് ബാലൻസിൽ വെക്കുമ്പോൾ നാച്ചുറലി ആ 1 kg അല്ലെങ്കിൽ ആ റൈസ്, ആ എമൗണ്ട് ഓഫ് റൈസ് 1 kg ആയി. സോ നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണം, എന്തിനും മെഷർ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേണം. ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് മെഷർ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ കമ്പയർ ചെയ്യണം. ഒരു റെഫറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യണം. സോ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആവശ്യമാണ്. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ അല്ലെങ്കിൽ ഹൈ ക്ലാസ് പ്രയോറിറ്റി ഉള്ളതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. എന്താണ് പ്രൈമറി സ്റ്റാൻഡേർഡ്? ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് എ ബേസ് യൂണിറ്റ് ഓർ ഡിറൈവ്ഡ് യൂണിറ്റ്. അതാണ് ഹയസ്റ്റ് സ്റ്റാൻഡേർഡാണ്. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് കമ്പയർ ചെയ്യാനൊരു സ്റ്റാൻഡേർഡ് വേണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ളതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ നോക്കാം. നമ്മൾ കിലോഗ്രാമിൻ്റെ കാര്യമല്ലേ പറഞ്ഞു. ഓക്കെ, കിലോഗ്രാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. 1 kg. എന്താണ് 1 kg? എങ്ങനെയാണ് 1 kg വരുന്നത്? അപ്പോൾ 1 kgയുടെ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്താണ്? 1 kgയുടെ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതാണ് IPK എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ
ഇൻ്റർനാഷണൽ പ്രോട്ടോടൈപ്പ് ഫോർ 1 കിലോഗ്രാം അല്ലേ. അതായത് പാരീസിൽ ഇൻ്റർനാഷണൽ ലബോറട്ടറി ഫോർ വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ഉണ്ട്, ബ്യൂറോ ഓഫ് ഇൻ്റർനാഷണൽ ലബോറട്ടറി ഫോർ വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. അവിടെ ഒരു പ്ലാറ്റിനം ഇറിഡിയം, ഓക്കെ, അതൊരു പ്ലാറ്റിനം പ്ലസ് ഇറിഡിയം കോമ്പിനേഷനുള്ള ഒരു അലോയാണ്. ഇറിഡിയം സ്ട്രക്ചറുണ്ട്. ഓക്കെ, സ്ട്രക്ചറുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചർ കാണും. ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ലൈക്കാണ് അതിന് കിട്ടുന്നത്. അതൊരു പീസാണ്. അതെന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു പ്ലാറ്റിനം ഇറിഡിയം സ്ട്രക്ചർ 1 കിലോഗ്രാം ആയിട്ട് നമ്മളൊരു പ്ലാറ്റിനം ഇറിഡിയത്തിൻ്റെ സ്ട്രക്ചർ 1 കിലോഗ്രാമായിട്ട് റെഫറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ 1 കിലോഗ്രാം എന്ന് വിളിച്ചു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെ റെഫറൽ കോപ്പീസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് കോപ്പീസ് എല്ലാ രാജ്യങ്ങളിലെ നാഷണൽ ലബോറട്ടറികളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്തായി? ആ 1 കിലോഗ്രാമായി എല്ലായിടത്തും കറക്റ്റ് അതുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു 1 കിലോഗ്രാമായി. അതാണ് നമ്മൾ ഈ പറയുന്ന താഴേക്ക് അതിൻ്റെ ഓരോ പ്രോട്ടോടൈപ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ചെറിയ ചെറിയ കടകളിലും ഷോപ്സുകളിലും അല്ലാതെ നമുക്ക് മെഷർ ചെയ്യുന്നതെല്ലാം. ആ ഒരു സ്റ്റാൻഡേർഡ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈ പറയുന്ന IPKയിൽ നിന്നാണ്. നമ്മൾ ഈ കാണുന്ന നമ്മളുടെ കടയിലിരിക്കുന്ന ആ ഒരു വെയിങ് ബാലൻസിലിരിക്കുന്ന ആ ഒരു കട്ട വരെ വരുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ പ്രൈമറി സ്റ്റാൻഡേർഡിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് കേസ് എടുക്കാം. ഇനി നമുക്ക് ഡിസ്റ്റൻസിൻ്റെ കേസ് എടുക്കാം. ഡിസ്റ്റൻസിൻ്റെ കേസ് എന്താ? നമുക്കെല്ലാം അറിയാം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? SI യൂണിറ്റ് മീറ്ററാണ്. പക്ഷേ ചില രാജ്യങ്ങൾ യാർഡും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, വി ക്യാൻ ടേക്ക് ദ കേസ് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം 1 മീറ്റർ അല്ലേ. എങ്ങനെയാണ് 1 മീറ്റർ എന്തിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് 1 മീറ്റർ വരുന്നത്? അതായത് ഈ പറയുന്ന നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലബോറട്ടറി ഫോർ വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പാരീസിലുള്ളിടത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു കോപ്പർ, ഇതേ സംഭവമുണ്ട്, ഒരു കോപ്പർ ഇറിഡിയം സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ഒരു കോപ്പർ അല്ല, കോപ്പർ അല്ല, പ്ലാറ്റിനം ഇറിഡിയം സ്ട്രിപ്പ്. പ്ലാറ്റിനം ഇറിഡിയം, ഞാൻ മുമ്പേ പറഞ്ഞ അതേ സാധനം തന്നെ, ഇറിഡിയം സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ആ സ്ട്രിപ്പിൻ്റെ 2 എൻഡിൽ 2 ലൈൻസ് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്ലാറ്റിനം ഇറിഡിയം സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അതൊരു 2 ലൈൻ നമ്മൾ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അത് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് 1 മീറ്റർ. അപ്പോൾ അതാണ് നമ്മൾ 1 മീറ്ററിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് എടുത്തിരിക്കുന്നത്. അതിന് ഇഷ്ടം പോലെ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കി പല രാജ്യങ്ങളിലെ ലബോറട്ടറികൾക്ക് കൊടുക്കും. അവിടെ നിന്നാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന 1 മീറ്റർ സ്കെയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റെഫറൻസ് എന്താ? അൾട്ടിമേറ്റ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, പക്ഷേ പിൽക്കാലത്ത് ഇതാദ്യമായിരുന്നു ഈ ഒരു റെഫറൻസ് വന്നത്. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ 1 മീറ്ററിന് ഡിഫൈൻ ചെയ്ത രീതിയൊന്നും മാറ്റി ഒരു നൂതനമാക്കി. അതെങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ light in vacuum. Okay, in 1/2979245 seconds. ഓക്കെ, അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1/2979245 ഓക്കെ, ഇതാക്കി. നമുക്കറിയാം എങ്ങനെ ഇത് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ എളുപ്പത്തിൽ എന്താ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ നമുക്കറിയാം. ഈ പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നതാണ് 299979245 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇത് ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡ് ഇതായിരിക്കും അല്ലേ. ഇനി നിങ്ങൾക്ക് മനസ്സിലാൻ എളുപ്പത്തിൽ എന്തായിരിക്കും? 3 × 10⁸ എന്ന് നിങ്ങൾ വിളിക്കുന്ന സാധനം അത് തന്നെയാണ്. സോ അത് നമുക്കിവിടെ ആവശ്യമില്ല. ജസ്റ്റ് 1 മീറ്റർ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ ദിസ് സെക്കൻഡ്. ഈ ഒരു ടൈമിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ 1 മീറ്ററിന് സെറ്റ് ചെയ്തു. ഓക്കെ, അതാണ് നമ്മുടെ റെഫറൻസ്. അതിനനുസരിച്ച് എന്ത് ചെയ്തു? നമ്മൾ ഓരോ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? നാഷണൽ ലബോറട്ടറികൾക്ക് കൊടുത്തു. നാഷണൽ ലബോറട്ടറികൾ അതിന് താഴെയുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊടുത്തു. അതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്. ഓക്കെ, ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ബേസിക്കലി പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല. ഇറ്റ് ഈസ് എ ടോപ്പ് ലെവൽ സ്റ്റാൻഡേർഡ്. നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേണം. അതിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ആണ് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. അതെപ്പോഴും ഇൻ്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റഡ് ആയിരിക്കും, വേൾഡ് മൊത്തം അക്സെപ്റ്റഡ് ആയിരിക്കും. അത് ഇൻ്റർനാഷണൽ മ്യൂസിയം ഫോർ വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പാരീസിൽ എല്ലാത്തിൻ്റെ ഓരോരോ പ്രോട്ടോടൈപ്പ് കോപ്പീസ് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അതിന് കുറേ ഫാക്ടേഴ്സിൻ്റെ ഉണ്ട്. ഇപ്പോൾ പറയുന്ന കുറേ നമുക്ക് മെഷർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുടെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന
എന്താ പറയുന്നത് കിലോഗ്രാമും ലെങ്ത്തും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം, സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡറി സ്റ്റാൻഡേർഡിലേക്ക് പോകാം. സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് എന്താ? ദ റെഫറൻസ് കാലിബ്രേറ്റഡ് സ്റ്റാൻഡേർഡ്സ് ഡിസൈൻഡ് ആൻഡ് കാലിബ്രേറ്റഡ് ഫ്രം പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. ഒന്നുമില്ല, നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കി. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എവിടെയാണ് വെച്ചിരിക്കുന്നത് നോക്കി അല്ലേ. ആ പ്രൈമറി സ്റ്റാൻഡേർഡിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ കാലിബ്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ റെഫറൻസ് ചെയ്തു, അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡറി സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. കാരണം അതിൻ്റേതായ ആവശ്യങ്ങൾക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ് നമ്മളൊരു എല്ലാ വേൾഡ് ഫുള്ള് അംഗീകരിച്ചിട്ട് നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി. അത് താഴോട്ടുള്ള യൂസുകൾക്ക് വേണ്ടി, യൂസ് പലതായിരിക്കും, അതിന് വേണ്ടി സെക്കൻഡറി സ്റ്റാൻഡേർഡ് അത് കമ്പയർ ചെയ്ത് ഉണ്ടാക്കി. ഓക്കെ, റെഫറൻസ് വാല്യൂ ആയ പ്രൈമറി സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്ത് സെക്കൻഡറി ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, അത് ഓരോരോ നാഷണൽ മെഷർമെൻറ്റ്സ് ലബോറട്ടറീസിലും ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസിലും ഒക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ യൂസാണ്, സെയിം സാധനങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ മെഷർമെൻറ്റ് സെയിം ആണ്, പക്ഷേ ഫസ്റ്റിൽ അത് ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആണ്, അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ത് ചെയ്തു, അതിനെ കോപ്പി ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് എടുത്തിട്ട് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി. സെയിം തന്നെ ഫോർ എക്സാമ്പിൾ 1 കിലോഗ്രാം ആണെങ്കിൽ 1 കിലോഗ്രാമിൻ്റെ നമ്പർ ഓഫ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി. എന്നിട്ട് അത് ഓരോ രാജ്യങ്ങളിലെ മെഷർമെൻറ്റ് ലബോറട്ടറികൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ഉണ്ട് അവർക്കെല്ലാം കൊടുത്തു. കാരണം എന്താ, അവർക്കൊരു റെഫറൻസ് ഇരിക്കാൻ വേണ്ടി. കാരണം അവർക്ക് വേണമല്ലോ, കാരണം അവരല്ലേ അതിൽ ജോലി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ റെഫറൻസിന് വേണ്ടി അവർക്ക് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് കൊടുത്തു. ഓക്കെ, ഇനി ഹൈറാർക്കിയിൽ അടുത്ത താഴെ എന്താ, വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മെഷർമെൻറ്റ്സ് ലബോറട്ടറികൾക്ക് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസിലെല്ലാം കൊടുത്തു. അവിടെ നിന്ന് സംഭവിക്കുന്നു, ഇതിനെ കറസ്പോണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിനെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേറൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അതിൻ്റെ യൂസ് എന്താ, നോർമൽ സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ യൂസ്ഡ് ബൈ വർക്കേഴ്സ്. അപ്പം ഇതിനെ കമ്പയർ ചെയ്തൊരു തേർഡ് ക്ലാസ് അല്ലെങ്കിൽ ഒരു വേറെ ടൈപ്പ് വർക്കിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. അത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് കൊടുത്തു. അല്ലേ, ഇതൊരു ഓർഗനൈസേഷനിൽ കോമൺ ആയിട്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ കോമൺ ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഓരോരോ വർക്കേഴ്സിന് എന്ത് ചെയ്തു, നമ്മളൊരു അടുത്ത സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ട് അത് വർക്കേഴ്സിന് കൊടുത്തു, ടെക്നീഷ്യന്മാർക്ക് കൊടുത്തു. കാരണം എന്താ, അവരാണല്ലോ ജോലി ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. പ്രൈമറി സ്റ്റാൻഡേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് എ കളക്റ്റീവ്, ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. അത് നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചു, പ്രൈമറി റെഫറൻസ് ആയിട്ട് വെച്ചു. ഓക്കെ, അതിനെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്ത് സെക്കൻഡറി സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള എന്താ ഹൈറാർക്കിയിൽ ഇത് എന്ത് പറയുന്നത്, ഈ പറയുന്ന വർക്കിംഗ് സ്റ്റാൻഡേർഡിനെക്കാട്ട് മേളിലാണ്. ഓക്കെ, അത് കാരണം എന്ത് സംഭവിച്ചു, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മേജർ നാഷണൽ ലബോറട്ടറീസ് ഓരോ രാജ്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇന്ത്യക്ക് ഇപ്പോൾ പാരീസിലുണ്ടായിരുന്ന IPK വെച്ചിട്ട് നമ്മളത് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിലൊരു നാഷണൽ ലബോറട്ടറി കാണും, അവിടെ ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് വെച്ചു. അതുമാത്രമല്ല കുറേ നമ്പർ ഓഫ് വലിയ ജയൻസ്, ഇൻഡസ്ട്രിയൽ ജയൻസ് കാണും, അവർക്കും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് സംഭവിച്ചു, അടുത്ത റെഫറൻസ് ഉണ്ടാക്കിയിട്ട് ഒരു വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി. എന്നിട്ട് അത് എല്ലാ വർക്കേഴ്സിനും, ജോലി ചെയ്യുന്നവർക്കും, ഫോർ എക്സാമ്പിൾ നമ്മുടെ കടയിലൊക്കെ ഇരിക്കുന്നില്ലേ, നമ്മുടെ കടയിലൊക്കെ നമ്മൾ തൂക്കാനൊക്കെ വെച്ചിരിക്കുന്നത്, അതൊക്കെ എന്താ വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. കാരണം അത് വെച്ചിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് അവർ തൂക്കുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈറാർക്കി. കാര്യങ്ങൾ എല്ലാം 1 കിലോഗ്രാം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് എവിടുന്ന് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിൽ നിന്ന് വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ മെഷർമെൻറ്റ്സിലേക്ക് പോവുകയാണ്, എററിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.